ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളത് പുറത്ത് പോകാമെന്ന് വിചാരിച്ചേക്കാണ്. പാറസിൻ്റെ മുടി വെട്ടണം, കുഞ്ഞിൻ്റെയും മുടി വെട്ടണം, എനിക്കൊന്ന് ത്രെഡ് ചെയ്യണം. വെട്ടുകാട് ഞങ്ങളുടെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ ബ്യൂട്ടി പാർലർ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോണേ. അടുത്ത് തന്നെ നമുക്കൊരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോണേ. നമ്മുടെ റിലേറ്റീവിൻ്റെ തന്നെയാണ് കല്യാണം. പാറസ് ഇന്ന് ഉറങ്ങി എണീറ്റപ്പോഴേ തൊട്ട് വാശി തന്നെയായിരുന്നു. എന്താണെന്നറിയില്ല, ഇന്ന് എന്താണ് അവളുടെ സ്വഭാവം അത്ര ശരിയല്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇന്ന് പോകാണ്ട് പറ്റില്ല. പിറ്റേ ദിവസം ബ്യൂട്ടി പാർലറൊക്കെ മുടക്കാം, ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ചേട്ടനില്ലാത്ത കാരണം ഞങ്ങൾക്ക് ബസ്സിൽ വേണം പോകാനായിട്ട്. ചേട്ടനുണ്ടെങ്കിൽ സുഖം, ഞങ്ങളവിടെ കൊണ്ടുവന്നാക്കും. അങ്ങനെ ഞങ്ങൾ ബ്യൂട്ടി പാർലറിലെത്തി. പാറസിൻ്റെ മുടി ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കാൻ വേണ്ടു. ചേട്ടനാണ് വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ വലുതായിട്ടുണ്ടായിരുന്നു. ചേച്ചി അപ്പോൾ നല്ലപോലെ ഷേപ്പാക്കി കൊടുത്തു. ഞങ്ങൾ ചെന്ന സമയത്ത് ശനിയാഴ്ച ആയതുകൊണ്ടും പിന്നെ എന്താണെന്നറിയില്ല, നല്ല തിരക്കായിരുന്നു. ഫേഷ്യൽ ചെയ്യാനും ത്രെഡ് ചെയ്യാനും മുടി വെട്ടാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു. പാറൂസിന് ഭയങ്കര ഇഷ്ടമാണ് മുടി വെട്ടാനായിട്ട്. ബ്യൂട്ടി പാർലറിൽ പോകാനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ത്രെഡ് ചെയ്യാനായിട്ടാണ് പോവാറ്. അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്യാനൊക്കെ ഇട്ടിരിക്കുമ്പോൾ പാറൂസിനെ കൊണ്ടുപോകുമ്പോൾ അവളിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ, നമ്മൾ എന്താ ചെയ്യണേന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവ പ്രതീക്ഷിച്ച പോലെ ആയി നീന്. കുഞ്ഞുഞ്ഞിന് ഹൽദിക്ക് ബ്ലാക്ക് ജീൻസും ബ്ലാക്ക് ഷർട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മാർക്കോ കണ്ടിട്ടില്ല. മാർക്കോയുടെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ട് അവന് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ബ്ലാക്ക് എടുത്തത്. അപ്പോൾ അതേപോലെ മുടി വെട്ടാനൊക്കെ ചേട്ടനോട് പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് അവൻ. അപ്പം ഏകദേശം മാർക്കോ ലുക്കൊക്കെ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ പിന്നിൽ മുടി വെട്ടാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. അവന് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ സാധാരണ പോലെ മുടി വെട്ടി വരുന്ന വിചാരിച്ചേ. പക്ഷെ അമ്മ പെട്ടെന്ന് ഇവനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. മുടിയൊന്നും പോയിട്ടൊന്നുമില്ലല്ലോ, ഇപ്പുറത്തെ ഒക്കെ കുറേ മുടിയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്. എന്നാലും നല്ല രസമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പാറസിന് മുടി വെട്ടിയതൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. 2 ദിവസത്തെ ഞാൻ ഒറ്റ ദിവസമാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ അടുത്തായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫേഷ്യൽ ചെയ്യണത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഇതിൽ ഞാൻ ഇട്ടേക്കുന്നത് 3-4 ടീസ്പൂൺ ഉഴുന്ന്, ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി, ഒരു 3-4 ടേബിൾ സ്പൂണ് അരിപ്പൊടി, 1 ടീസ്പൂൺ തേൻ. ഇതൊക്കെ നന്നായി മിക്സിയിൽ ഞാൻ അരച്ചു കേട്ടോ. ഫസ്റ്റ് ഞാൻ അമ്മയ്ക്കാണ് ചെയ്ത് കൊടുക്കണേ. അമ്മയ്ക്കും ചേട്ടനും എനിക്കും ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിൽ കുറച്ചൊന്ന് ലൂസായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് കൂടിപ്പോയി. എന്നാലും ഞാനത് അമ്മയുടെ മുഖത്ത് ഇങ്ങനെ തേച്ച് കൊടുത്തു കേട്ടോ. ഒരു 15 മിനിറ്റോളം അമ്മ ഇരുന്നുണ്ട്. പിന്നെ കുറച്ച് മുഖമൊക്കെ ഇങ്ങനെ വലിയണമെന്നൊക്കെ പറഞ്ഞു, ഡ്രൈ ആവണമെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു കുറച്ച് നേരം കൂടെ പിടിച്ച് നിൽക്കാനായിട്ട്. പിന്നെ ഞാൻ ചേട്ടന് ഇട്ട് കൊടുത്തു കേട്ടോ. ചേട്ടന് ഭയങ്കര ഇഷ്ടമായിട്ട് എങ്ങനത്തെയൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേട്ടന് ഫേഷ്യലൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മുഖത്തിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് അമ്മ കഴുകാൻ പോവാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി, ചേട്ടനും ഭയങ്കര ഇഷ്ടമായി, എനിക്കും നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.